വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആകുല നേരത്തും ആനന്ദഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും. ആകുല നേരത്തും ആനന്ദഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. ജീവിതസാഗരെ ഘോരമലകൾ അടിക്കടി ഉയർന്നിടുമ്പോൾ, ജീവിതസാഗരെ ഘോരമലകൾ അടിക്കടി ഉയർന്നിടുമ്പോൾ, കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. കൃപയാൽ ക്രൂശിൻ്റെ വചനത്തിൻ്റെ അരികിലേക്ക് നമ്മെ ജീവനുള്ള ദൈവം കൂട്ടിവരുത്തിയിരിക്കുകയാണ്. ഈ കാലങ്ങൾ വലിയ നോമ്പിൻ്റെ കാലയളവാണ്, നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ. വലിയ നോമ്പിൽ ആദ്യത്തെ ഞായറാഴ്ച, കൊത്തിനെ ഞായറാഴ്ച, കർത്താവായ യേശുക്രിസ്തു കാനായിൽ അത്ഭുതം പ്രവർത്തിച്ചത് നാം വായിച്ചു കേട്ടു. പച്ചവെള്ളത്തെ യേശുക്രിസ്തു വീഞ്ഞാക്കി. രുചിയില്ലാത്ത, ഗന്ധമില്ലാത്തതായ മനുഷ്യ ജീവിതങ്ങൾ
ആർക്കും പ്രയോജനമില്ലാത്തതായ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹം, അനേകർക്ക് പ്രയോജനപ്രദമാകുന്നതായ, രുചിപ്പിക്കുന്നതായ, ലഹരി പിടിപ്പിക്കുന്നതായ, സ്നേഹം പകരുന്നതായ ജീവിതത്തിൻ്റെ ഉടമകളാക്കി കർത്താവ് നമ്മെ മാറ്റുന്നു. രണ്ടാമത്തെ ഞായറാഴ്ച ഗർഭോ ഞായർ, കുഷ്ഠരോഗിക്ക് കർത്താവ് സൗഖ്യം കൊടുത്തതായ ഞായർ അതിനെ അനുസ്മരിപ്പിക്കുകയാണ്. കുഷ്ഠരോഗം അത് പാപത്തെ കാണിക്കുന്നു. പാപത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന ക്രൂശിലെ സ്നേഹം. മൂന്നാമത്തെ ഞായർ 4 പേര് ഒരു പക്ഷവാത രോഗിയെ എടുത്തുകൊണ്ട് യേശുവിൻ്റെ അരികിൽ കൊണ്ടുവരുന്നു. സറിയോ ഞായർ എന്നറിയപ്പെടുന്നു. 4-ാമത്തെ ഞായറാഴ്ചയാണ് ക്രാനയിത്തോ ഞായർ, അഥവാ കനാന്യ സ്ത്രീ തൻ്റെ മകളുടെ ഭൂതോപദ്രവം മാറിക്കിട്ടുവാൻ വേണ്ടി യേശുവിൻ്റെ അരികിൽ വരുന്നു, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ക്രാനയിത്തോ ഞായർ. 5-ാമത്തെ ഞായറാണ് ക്ലിപ്തോ ഞായർ. കൂനിയായ സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കി. അവളുടെ രോഗബന്ധനം കർത്താവ് അവൾക്ക് അഴിച്ചു കൊടുത്തു. കർത്താവ് സൗഖ്യം നൽകി. തുടർന്ന് സമിയോ ഞായറാണ്. പിറവിയിലെ കുരുടനായ മനുഷ്യന് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. സംഭവം നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. തുടർന്ന് ഊശാന ഞായർ കഷാനുഭാഴ്ചയിലേക്ക് വരുന്നു. പെസഹ, അതുപോലെ ദുഃഖവെള്ളി, ഉയർപ്പിൻ്റെ ശുശ്രൂഷകൾ, പെന്തിക്കൊസ്തി, ഇങ്ങനെ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കാനിരിക്കുന്നത് ക്രാനയിത്തോ ഞായർ, കനാന്യ സ്ത്രീക്ക് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിനെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ അതിൻ്റെ 28 വരെയുള്ള വാക്യത്തിൽ നാം അത് വായിക്കുകയാണ്. കൂടാതെ മർക്കൂസിന് സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലും നാം അത് വായിച്ച് കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു യെരുശലേം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. നാം അതാണ് വായിക്കുന്നത്. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. യേശുവിൻ്റെ അരികിലേക്ക് അവൾ വന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21-22 വാക്യങ്ങൾ. അവളുടെ വാക്കുകൾ കേട്ട്, കരച്ചിൽ കേട്ട് യേശുക്രിസ്തു ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല എന്നാണ് തുടർന്ന് നാം വായിക്കുന്നത്. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അരികിൽ വന്ന് പറയുകയാണ്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, കർത്താവേ, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് യേശുവിനോട് അപേക്ഷിച്ചു. അതിന് യേശുക്രിസ്തു പറയുന്ന മറുപടിയാണ് തുടർന്ന് നാം വായിക്കുന്നത്. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് കർത്താവായ യേശു ഉത്തരം പറഞ്ഞു. വളരെ മടിപ്പിക്കുന്നതായ, പിന്തിരിപ്പിക്കുന്നതായ ഒരു മറുപടിയാണ് അവൾക്ക് ലഭിച്ചത്. എന്നാൽ അവൾ എന്തു ചെയ്തു? എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിനെ നമസ്കരിച്ചു. കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു. അതിനവൾ, അതേ കർത്താവേ, യെസ് ലോഡ്. യേശുവിനോട് അവൾ മറുപടി പറയാണ്. 27-ാമത്തെ വാക്യത്തിലാണ്, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു സൗഖ്യദായകനാണ്. കർത്താവായ യേശുക്രിസ്തു സ്നേഹം പകരുന്നവനാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെയും എന്നെയും സ്നേഹിച്ചു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കനാന്യ സ്ത്രീയുടെ സംഭവത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ നിത്യനായ ദൈവം, കർത്താവായ യേശുക്രിസ്തു ആത്മീയമായ അനേക സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കനാന്യർ എന്ന് പറഞ്ഞാൽ അവർ ശാപഗ്രസ്തരാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, കനാൻ ശപിക്കപ്പെട്ടവൻ. എന്തുകൊണ്ടാണ് ആ വ്യക്തി കനാൻ്റെ തലമുറകൾ ശപിക്കപ്പെടുവാനിടയായി തീർന്നത്? കനാൻ ആരാണ്? നോഹയുടെ മകനായ ഹാമിൻ്റെ മകനാണ് കനാൻ. കനാൻ്റെ മൂത്ത മകനാണ് സീദോൻ. നാം ചരിത്രം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്.
ഈ കനാന് പറ്റിയ അപകടം എന്താണ്? തൻ്റെ അപ്പൻ്റെ നഗ്നത കണ്ടു. ഭയാനകമായി പോയി, വലിയ പാപമായി പോയി. കനാൻ ശപിക്കപ്പെട്ടു. ഇന്നും തലമുറകൾ അനേകർ ശാപത്തിനും പാപത്തിനും അടിമകളായി കഴിയുന്നു. നഗ്നത കാണുവാൻ, അശ്ലീലം, അശുദ്ധിക്ക് വേണ്ടി ഓടുന്നതായൊരു തലമുറ. ശലോമോൻ പറയും, അശുദ്ധി കഴുകിക്കളയാത്തതായൊരു തലമുറ, അപ്പനെ സ്നേഹിക്കാത്ത തലമുറ, അമ്മയെ ആദരിക്കാത്തതായ തലമുറ, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നതായ തലമുറ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിച്ചു നോക്കൂ. കനാന്യ ജനം തലമുറകൾ ശപിക്കപ്പെട്ടു. ഒരാൾ ശാപത്തിനിടം കൊടുത്തു, അദ്ദേഹം മാത്രമല്ല പിൻ തലമുറയും ശാപഗ്രസ്തരായി തീർന്നു. അതാണ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളിൽ സന്ദർശിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അറിയുന്നില്ല, ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുന്നു. ദൈവമക്കളെ, കനാൻ ശപിക്കപ്പെട്ടവനായി തീർന്നു. തന്മൂലം അവൻ്റെ പിൻ തലമുറ, ഈ കനാന്യ സ്ത്രീയിലേക്ക് നോക്കുമ്പോൾ അവളുടെ മകളുടെ ജീവിതത്തിലും ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. ശാപം തലമുറകളിലേക്ക് കടന്നു വരുന്നു. ശാപം ഗ്രസിച്ചതായ തലമുറ. ദൈവമക്കളെ, ഈ വലിയ നോമ്പിൻ്റെ കാലയളവിൽ നാം എന്താണ് ചിന്തിക്കേണ്ടത്? എൻ്റെ അവസ്ഥ. കനാന്യ സ്ത്രീ അവിടെ നിൽക്കട്ടെ, എൻ്റെ അവസ്ഥ, ഞാൻ ആരാണ്? എൻ്റെ യഥാർത്ഥമായ അവസ്ഥ എന്താണ്? നിത്യനായ ദൈവം, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ടുള്ളവനായ ക്രിസ്തു എന്നെ കാണുമ്പോൾ, കർത്താവേ, ഞാൻ ആരാണ്? എന്നാൽ ശാപഗ്രസ്തമായ തലമുറയിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം കടന്നു വന്നു. കർത്താവായ യേശു ക്രിസ്തു സീദോനിലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, സീദോൻ കനാൻ്റെ മകനാണ്, മൂത്ത മകനാണ്. നമുക്കറിയാം, കനാൻ നാട് വളരെ സമ്പൽ സമൃദ്ധമായ പ്രദേശമാണ്. എന്നാൽ അവിടുത്തെ ജനം സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ അവർ അശുദ്ധിയിലേക്കും വിഗ്രഹാരാധനയിലേക്കും തിരികെയുണ്ടായി. നമുക്കറിയാം, കനാനിലെ പ്രധാന ദേവനാണ് ബാൽ. ബാലിൻ്റെ ഭാര്യ അസ്തോരെ ദേവി. അത് അവിടെ നടക്കുന്നതായ മ്ലേച്ഛമായ കാര്യങ്ങൾ, ഏറ്റവും മൃഗീയമായ കാര്യങ്ങൾ, അധാർമികത്വം നിലനിൽക്കുന്നതായ ദേശമായിരുന്നു കനാൻ നാട്. തന്മൂലം ദൈവം എന്ത് ചെയ്തു? ആ ദേശത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. തന്മൂലമാണ് ഇസ്രായേൽ ജനത്തോട് ദൈവം വാഗ്ദത്തം കൊടുത്തു, നിങ്ങൾ ചെന്ന് കനാൻ നാട് അവകാശമാക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം പാപത്തോട് എന്നേക്കുമായി ഒരു അകൽച്ച പാലിക്കുന്നവനാണ്. പാപത്തെ ദൈവത്തിന് സഹിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പാപം വരുമ്പോൾ ദൈവം ദുഃഖിക്കുന്നു, ദൈവം വേദനിക്കുന്നു, ദൈവം മാറിപ്പോകുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ വിട്ട് മാറിപ്പോവുകയാണ്. അവിടെ കനാൻ നാട് മ്ലേച്ഛതയുടെ പര്യായമായി, അശ്ലീലത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും തിന്മയുടെയും ദേശമായി തീർന്നു. മാത്രവുമല്ല, അവിടെ നടന്നതായ ശിശുബലി, എത്രയോ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. ഹോശേയ പ്രവചനം 12-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, അവൻ ഒരു കനാന്യനാകുന്നു, കള്ളത്തുലാസ് അവൻ്റെ കയ്യിലുണ്ട്, പീഡിപ്പിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, കള്ളത്തുലാസ് ഒരുപക്ഷെ ബിസിനസ് ആയിരിക്കാം. മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നു, വഞ്ചിക്കുന്നു, ദുഷ്ടത ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ജനമായിരുന്നു. നമുക്കറിയാം, ഏലിയാവിൻ്റെ കാലത്തും ഈ ബാൽ അസ്തോര ദേവികളെ ആരാധിക്കുന്നതായ ആ ഒരു ചരിത്രം നാം വായിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? ഏലിയാവ് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജനം വഷളത്വത്തിലേക്ക്, തിന്മയിലേക്ക് പോകുന്ന കാലയളവിൽ ഒരു സ്ത്രീ, പാവപ്പെട്ടതായൊരു സ്ത്രീ, ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അരികിലേക്ക് വന്നു. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ആദരവോടെ അറിയിക്കുകയാണ്, ഈ നല്ല ദിവസം, നല്ല സമയം നമുക്ക് യേശുവിൻ്റെ അരികിലേക്ക് വരുവാൻ, സ്നേഹമുള്ള ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ ദൈവസ്നേഹം നമ്മെ ഓരോരുത്തരെയും നിർബന്ധിക്കുകയാണ്. ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ നിങ്ങളെല്ലാവരെയും എങ്കിലേക്ക്, ക്രിസ്തുവിലേക്ക് ആകർഷിക്കും. പിതാവാൻ ദൈവത്തിൻ്റെ ഒരു ആകർഷണം കൃപയാൽ നമുക്ക് ലഭിച്ചു. ശരിയാണ്, ശാപഗ്രസ്തരാണ്. എന്നാൽ കർത്താവിൻ്റെ വലിയ കൃപ നമുക്ക് കർത്താവ് നൽകി. ഉന്മൂലമാക്കുവാൻ, കനാൻ ദേശത്തെ ഉന്മൂലമാക്കുവാൻ ദൈവം നിശ്ചയിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ടാണ്, അഥവാ എങ്ങനെയാണ് ഒരു മനുഷ്യന് യേശുവിൻ്റെ അരികിലേക്ക് വരുവാൻ? അതിനുള്ള യോഗ്യത എന്താണ്? ഇവിടെ നാം വായിച്ചു 15-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു,
അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൾ യേശുവിൻ്റെ അരികിലേക്ക് വന്നു. യേശുവിൻ്റെ അരികിൽ വരുവാനുള്ള യോഗ്യത എന്താണ്? ഒന്ന്, തൻ്റെ യഥാർത്ഥമായ അവസ്ഥയെക്കുറിച്ചുള്ളതായൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വരണം. നാം പ്രാർത്ഥിക്കും, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തൂങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞാൻ ആരാണ്? ഞാനൊരു പാപിയാണ്, അകൃത്യത്തിൽ ഉരുവായവനാണ്, ഞാൻ പാപത്തിൽ ജനിച്ചവനാണ്. തലമുറ നോക്കിയാൽ ആദാമി പാപം നമ്മുടെ ജീവിതത്തെ ഗ്രസിച്ചിരിക്കുന്നു, പാപത്തിലും അശുദ്ധിയിലും ജീവിക്കുന്ന വ്യക്തി. എന്നാൽ കർത്താവേ, ദൈവം ആരാണ്? മഹാപരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ ഈ ഇന്നത്തെ പാപം വെച്ചുകൊണ്ട് കടന്നു ചെല്ലുവാനും സാധിക്കുകയില്ലല്ലോ. കർത്താവേ, ഞാനിതാ വരികയാണ്. യഥാർത്ഥമായൊരു പാപബോധം നമുക്ക് വേണം. യോഹന്നാൻ ശ്ലീഹ പറയും, നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, ദൈവത്തെ അസത്യവാദിയാക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥമായൊരു അവസ്ഥ കണ്ടെത്തി ദൈവസന്നിധിയിൽ വിനയത്തോടെ പ്രാർത്ഥിപ്പാനും അനുദപിപ്പാനും ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരുവാനും ദൈവം ഈ കാലയളവിൽ നമുക്ക് ഭാഗ്യം തരട്ടെ. കൃപയാൽ എനിക്കും അങ്ങനെ ഒരു ഭാഗ്യകരമായ അനുഭവം കർത്താവ് നൽകിയുണ്ടായി. എൻ്റെ സഹോദരൻ, ഞങ്ങൾ ഇടവക വികാരിയാണ്. ഞങ്ങൾ ദൈവസന്നിധിയിൽ വരുവാനും പ്രാർത്ഥനയിൽ കൂട്ടായ്മയിൽ വരുവാനും വചനം കേൾക്കുവാനും ഇടയായി തീർന്നു. ഞാൻ യേശുവിൻ്റെ അരികിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? എൻ്റെ യഥാർത്ഥമായ അവസ്ഥ കർത്താവ് എനിക്ക് വെളിവാക്കി തന്നു. ഞാനൊരു മഹാപാപിയാണെന്ന് കാണുവാനുള്ള ഭാഗ്യം കിട്ടി. അതുകൊണ്ട് എനിക്ക് നിരാശ വന്നില്ല. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് കർത്താവിൻ്റെ കൃപ പ്രാപിപ്പാനുമായി കൃപാസനത്തിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാനുള്ള മഹാവലിയ സൗഭാഗ്യം കർത്താവ് എനിക്ക് നൽകിയതുകൊണ്ട് യേശുക്രിസ്തു ക്രൂശിൽ എനിക്ക് നേടിത്തന്നതായ രക്ഷ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന്, നമ്മുടെ യഥാർത്ഥമായ അവസ്ഥയെക്കുറിച്ചുള്ളതായൊരു വെളിവ്, സുബോധം നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ഭക്തൻ പാടി, ഒരു യോഗ്യതയും ഇല്ല എനിക്ക്, കൃപയൊന്നു മാത്രം യേശുവേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും യോഗ്യത പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുവാൻ കഴിയുകയില്ല. എല്ലാം ദൈവത്തിൻ്റെ അനന്തമായ കൃപ. ദൈവം നമ്മെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവസന്നിധിയിൽ താഴ്ത്തി തന്നെത്താൻ ഏൽപ്പിച്ചുകൊണ്ട് വരുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ കൃപ നമ്മിലേക്ക് ഒഴുകി വരുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവനെ സാധിപ്പിക്കുന്നു. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. 145 സങ്കീർത്തനം 18 വാക്യം. പ്രിയപ്പെട്ടവരെ, 57 സങ്കീർത്തനം 2 വാക്യം ഇങ്ങനെയാണ്: അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനുള്ള ഭാഗ്യം, ഒരു കനാന്യ സ്ത്രീക്ക് ലഭിച്ച ഭാഗ്യം അതാണ്. എനിക്കും നിങ്ങൾക്കും ജീവനുള്ള ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. അവൾക്കുണ്ടായതായ ഏറ്റവും ഒന്നാമത്തെ യോഗ്യത തന്നെ യഥാർത്ഥമായ അവസ്ഥയെ അവൾ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് വന്നു. 2, അവളുടെ വിനയം, അവളുടെ ക്ഷമ, അവളുടെ പ്രാർത്ഥനാ ജീവിതം. ദൈവത്തിന് സ്തോത്രം. അവൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. കരുണയ്ക്കായുള്ള നിലവിളി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കരുണ ലഭിക്കുന്നത് വരെയുള്ളതായ പ്രാർത്ഥന അവൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. ദാവീദ് പുത്ര എന്ന് വിളിക്കുകയാണ്. ഞാൻ ചിന്തിച്ചു, ആരാണ് അവൾക്ക് ഈ സുവിശേഷം പറഞ്ഞു കൊടുത്തത്? ദൈവത്തിൻ്റെ കൃപയാണ്. സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതമേറിയ വചനം വെളിവായി കിട്ടുക എന്തു വലിയ ഭാഗ്യമാണ്. യേശു ദാവീദ് പുത്രനാണെന്നുള്ള സുബോധം. അപ്പോസ്തലനായ പൗലോസ് പറയും, ദാവീദിന് സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. യേശുവിൻ്റെ രക്ഷകനാണ് എന്നുള്ള ബോധ്യം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. കർത്താവായ യേശുക്രിസ്തു എനിക്ക് നിത്യ സ്വർഗം തരുവാൻ സ്വർഗം ജയിച്ച് ഭൂമിയിലേക്ക് വന്ന് തൻ്റെ മഹിമാവിൻ നീരാളം ചാർത്തി എന്നെ കർത്താവ് വിശുദ്ധീകരിച്ച് സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തീർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെയും, ദൈവസ്നേഹത്തിൻ്റെ അത്ഭുതമേറിയ ആഴങ്ങൾ അവൾ ഗ്രഹിച്ചു. കർത്താവിന് സ്തോത്രം. പിന്നീട് അവൾക്കുണ്ടായ മറ്റൊരു ഭാഗ്യമാണ്, അവൾ പ്രത്യാശയുള്ളവളായി. അവളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ പിന്തിരിഞ്ഞു പോകേണ്ടതായ സാഹചര്യങ്ങളെല്ലാം വന്നു, നാം വായിച്ചു. എന്നാൽ അവൾ പ്രത്യാശയുള്ളവളായി തീർന്നു. ലൂക്കോസിന് സുവിശേഷം 18 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, മടുത്തു പോകാതെ
എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന്. എപ്പോഴും ദൈവത്തോടുള്ള ആ ഒരു ബന്ധം, ആ ഒരു സ്നേഹബന്ധത്തിൽ ജീവിക്കാൻ ഇടയായിത്തീരുക. കർത്താവിന് സ്തോത്രം. അവിടെ ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു വ്രതനായി ജീവിക്കാൻ, ഒരു വ്രതസ്ഥനായി ജീവിക്കുവാൻ ഇടയായി തീരുക. എല്ലാം വിട്ട് താടിയും അതുപോലെ മുടിയെല്ലാം നീട്ടി ഒരു സന്യാസിയെ പോലെ ജീവിക്കാൻ അതല്ല പറയുന്നത്. കുടുംബമായി ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒരു ഹൃദയത്തോടെ ഞാൻ യേശുക്രിസ്തുവിനായി വേർതിരിക്കപ്പെട്ട ഒരു വിശുദ്ധനായി ജീവിക്കും, ഒരു ശുദ്ധിമതിയായി ജീവിക്കുമെന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നൊരു തീരുമാന സമർപ്പണം വരുമ്പോൾ, പ്രിയരെ, സ്വർഗം നമ്മുടെ കണ്ണുനീര് കണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുകയാണ്. ദൈവമക്കളെ, ജീവിതത്തിൽ അനേകമായ പ്രതിസന്ധികളിൽപ്പെട്ട് വലയുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. എന്താണ് പരിഹാരം? ഇന്ന് മനുഷ്യൻ പരിഹാരത്തിന് വേണ്ടി പല പല വഴികൾ തേടുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിഹാരം ഒന്നേയുള്ളൂ, പരിഹാരം ഒരുവനേയുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യേശുവിൻ്റെ അരികിലേക്ക് വന്നതായ പ്രിയപ്പെട്ട ആ സ്ത്രീയെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, അവളെ ഒന്ന് പറഞ്ഞയക്ക്. കർത്താവെ, അവർ നിലവിളിച്ചുകൊണ്ട് വരുന്ന കാണുന്നില്ലേ? അവളെ ഒന്ന് പറഞ്ഞയക്ക് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ചിന്തിക്കും, യേശു എന്തോ കരുണയില്ലാത്തവനാണോ? അല്ല പ്രിയപ്പെട്ടവരെ, യേശു കരുണാസമ്പന്നനാണ്. യേശു ആർക്കും വേണ്ടാത്തവൻ്റെ അരികിലേക്ക് വരുന്നവനാണ്. യേശുക്രിസ്തു സോർ സീദോൻ ദേശത്തേക്ക് വന്നു. നാശം പിടിച്ചതായ ശാപഗ്രസ്തമായ ദേശത്തേക്കാണ് യേശുക്രിസ്തു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു അവളെ രക്ഷിക്കുകയാണ്. യേശുക്രിസ്തു അവളിലൂടെ നമുക്ക് ചില ആത്മീയമായ പാഠങ്ങൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു അവളെ നായെന്ന് വിളിച്ചിട്ടില്ല. അന്ന് യഹൂദന്മാരുടെ ആ കാലയളവിൽ യവനന്മാരെ, പുറജാതികളെ നായ് എന്നാണ് ലോകം അന്നത്തെ യഹൂദന്മാർ ചിത്രീകരിച്ചിരുന്നത്. യേശുക്രിസ്തു ഇത് തിരുത്തി എഴുതി. യേശുക്രിസ്തു അവൾക്ക് പുതിയൊരു ലോകം തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. ആ ലോകത്തിലുള്ള അവളുടേതായ ആ ഒരു ചിന്താഗതി, ലോകത്തിൻ്റെ ചിന്താഗതി കർത്താവ് മാറ്റി എഴുതി. യേശുക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരിലേക്ക് സ്വർഗത്തിൻ്റെ കൃപ ഒഴുകി വരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത സ്വർഗീയ അനുഗ്രഹങ്ങൾ, അനുഭവങ്ങൾ നൽകുവാൻ കർത്താവ് കരുണയോടെ നമ്മെ സ്നേഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും കർത്താവിന് സ്തോത്രം. യേശുക്രിസ്തു ഒരു മറുപടിയും പറയാതിരിക്കുന്നതായ ആ ഒരു സന്ദർഭം ഈ കനാന്യ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് വന്നു. കർത്താവിന് സ്തോത്രം. എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞപ്പോൾ അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല എന്ന് നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പിന്നീട് ശിഷ്യന്മാർ നിർബന്ധിച്ചപ്പോൾ പറയുകയാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് യേശുക്രിസ്തു ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ചില ആത്മീയമായ സത്യങ്ങൾ അതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകൾ അല്ലേ? നാം എല്ലാവരും കാണാതെ പോയ ജനമല്ലേ? കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്, യേശുക്രിസ്തു വന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് അത് പറയും. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സുവിശേഷം യഹൂദന്മാരിലൂടെ തുടർന്ന് യവനന്മാരിലൂടെ ജാതികളിലേക്ക്. ഇതാണ് ദൈവീകമായ പ്രമാണം. പെന്തിക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോൾ അന്ന് കർത്താവിൻ്റെ വചനം ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു വചനം കൊടുത്തിരുന്നു. എന്താണ്? ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങളെൻ്റെ സാക്ഷികളാകും. പ്രിയപ്പെട്ടവർ, അത് ദൈവീകമായ പ്രമാണമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല. ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമല്ല. കർത്താവിൻ്റെ വചനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു എല്ലാവരുടെയും ദൈവമാണ്, എൻ്റെയും ദൈവമാണ്. യേശു നിങ്ങളുടെയും ദൈവമാണ്. നിങ്ങളുടെയും എൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവനാണ് കർത്താവായ യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശിഷ്യന്മാർ യേശുവിനെ
യേശുവിനോട് പറഞ്ഞപ്പോൾ, അവളെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അതല്ല അംഗീകരിച്ചത്. കാരണം പ്രിയപ്പെട്ടവരെ, ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, കർത്താവായ യേശുക്രിസ്തു. നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത കർത്താവായ യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവിനോടുള്ള ആ ഒരു നിരന്തരമായ ബന്ധത്തിലേക്ക് വരുവാൻ കർത്താവ് അവൾക്ക് ഭാഗ്യം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അവൾ പറയുന്നു, യേശു പറയുകയാണ്, മക്കളുടെ അപ്പമെടുത്ത നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞപ്പോൾ, കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശുവോട് പറയുകയാണ്, നിന്റെ വിശ്വാസം വലിയത്. മകൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്തോത്രം. അവൾ ഒരു കാര്യം മനസ്സിലായി, തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അന്ന് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനായ യേശു അപ്പം നുറുക്കി പെസഹായുടെ രാത്രിയിൽ അന്ന് ജനത്തിന്, ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവീൻ. തുടർന്ന് പാനപാത്രമെടുത്തു കർത്താവായ യേശുക്രിസ്തു വാഴ്ത്തി അവർക്ക് കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ചൊരിയുന്നതായ പുതിയ നിയമത്തിൻ്റെ രക്തം യേശുക്രിസ്തു നമുക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീക്ക് മനസ്സിലായി, എൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ ഈ കർത്താവായ യേശു അവൻ നുറുക്കപ്പെടേണ്ടവനാണെന്ന്. പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് തകർക്കപ്പെട്ടു. യേശു നമുക്ക് വേണ്ടി ഗോകുൽത്തായിൽ മരിച്ചു. അവൻ വ്യസനപാത്രമായി, രോഗം ശീലിച്ചവനായി യേശു ക്രൂശിൽ കിടന്ന് കരഞ്ഞു. അവൾക്കത് വിശ്വസിപ്പാനുള്ള ഭാഗ്യം കിട്ടി. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനതി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന ഉറപ്പോടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. യേശു ആരെയും തള്ളിക്കളയുന്നവനല്ല. നിന്റെ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളുമായി ഇപ്പോൾ യേശുവിൻ്റെ അരികിലേക്ക് വരിക. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, യേശുവേ എന്നോട് കരുണ തോന്നണമേ. കരുണയ്ക്കായി യാചിക്കുന്നവൻ്റെ അരികിലേക്ക് വരുന്ന കരുണാസമ്പൂർണനായ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. യേശുവേ, എന്നെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി എന്നെ തീർക്കണമേ. എൻ്റെ രോഗങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, വേദനകൾ എല്ലാം നമുക്ക് യേശുവിന് പറയാം. കർത്താവ് സൗഖ്യദായകനാണ്. യേശു ഏത് വിഷയത്തിനും പരിഹാരം നൽകുന്നവനാണ്. ഏത് പരിഹാരം കിട്ടാത്ത വിഷയത്തിനും പരിഹാരകനായി യേശുക്രിസ്തു നമ്മുടെ മധ്യേ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞാൻ ഇന്നു മുതൽ അവിടുത്തെ മകനായി മകളായി ജീവിക്കും. ഞാൻ യേശുവിൻ്റെ സ്വന്തമായി ജീവിക്കും. ഞാൻ യേശുവെ, എനിക്ക് ഈ ഭൂമിയിൽ വേറൊരു പോക്കടമില്ല. യേശു മാത്രമാണ് എൻ്റെ ആശ്രയം. കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞാനിതാ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നല്ലവനും കാരുണ്യവാനും മഹാപരിശുദ്ധനുമായ ജീവനുള്ള ദൈവമേ, കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച തിരുമൊഴികൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ആ കനാന്യ സ്ത്രീയെപ്പോലെ വിശ്വാസത്തിൽ വേരൂന്നി വളരുവാൻ തക്കവണ്ണം, പ്രാർത്ഥനയിൽ വളരുവാൻ തക്കവണ്ണം തന്നെത്താൻ കണ്ടുകൊണ്ട് കർത്താവെ, പുതിയൊരു ജീവിത അനുഭവത്തിലേക്ക് വരുവാൻ, പാപമോചനം പ്രാപിച്ചവളായി കർത്താവെ, പാപമോചനം പ്രാപിച്ച വ്യക്തിയായി ഭൂമിയിൽ ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന വ്യക്തിയായി ജീവിപ്പാൻ ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.